സിമി റോസ്ബെൽ ജോണിന്റെ ആരോപണങ്ങളിൽ ഉത്തരമില്ലാതെ കോൺഗ്രസ് നേതൃത്വം ചോദ്യങ്ങളോട് ഒഴിഞ്ഞുമാറുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതേസമയം നേതൃത്വത്തിനെതിരെ സിമി ഇനിയും വെളിപ്പെടുത്തൽ നടത്തിയേക്കും. ഇപ്പോൾ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഈ പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? കോൺഗ്രസ് നേതൃത്വം വളരെ ഏകപക്ഷീയമായി AICC അംഗമായിട്ടുള്ള ഒരു വനിതാ നേതാവ് ചില പ്രശ്നങ്ങൾ പരസ്യമായി ഉന്നയിച്ചപ്പോൾ അത് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ അവരെ പുറത്താക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, പിന്നീട് കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. സിമി റോസ്ബെൽ ജോണും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ ശൈലിയെക്കുറിച്ച് വിമർശിച്ചു. അത് തുടരാനും സാധ്യതയുണ്ടോ? ഇതിൽ വളരെ ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ, പരാതി ഉന്നയിച്ച നേതാവിനെ പുറത്താക്കുകയാണ് കോൺഗ്രസ് ചെയ്ത്. പരാതി ഉന്നയിച്ചാൽ പുറത്തും, അദ്ദേഹം പരാതി ഉന്നയിച്ച AICC അംഗം കൂടിയായിരിക്കാൻ വിഷയങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിക്കുകയും ചെയ്യുകയാണ്. ഇന്നലെ പ്രതിപക്ഷ വി.ഡി. സതീശനോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ ഇക്കാര്യം ആരായുമ്പോൾ സതീശന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് പാർട്ടിക്കുള്ളിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത, പദവികൾ ലഭിക്കാത്ത ഒരാളുടെ പരാതി, അല്ലെങ്കിൽ പദവികൾ ലഭിച്ചില്ല എന്ന പരാതിയാണ് സിമി റോസ്ബെൽ ഉന്നയിക്കുന്നതാണ് സതീശൻ പറയുന്നത്. എന്നാൽ സതീശനോട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നോ മോർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ഏത് വിഷയമുണ്ടെങ്കിലും അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മുഖ്യമന്ത്രി മറുപടി നൽകണം, മുഖ്യമന്ത്രി പറയാൻ വിഷയം പോലും അല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി മറുപടി നൽകണമെന്ന് ആവർത്തിച്ച് പറയുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ വളരെ കൃത്യതയും വ്യക്തമായ ആരോപണമാണ് സിമി റോസ്ബെൽ ഉന്നയിച്ചത്. അത് ഒന്ന് കോൺഗ്രസിലെ, മറ്റൊന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് നേതൃത്വത്തിനിടയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അതുപോലെ കാസ്റ്റിംഗ് കൗച്ച്, അഴിമതി ആരോപണം, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്ന് 30 കോടി രൂപയുടെ വന്നു എന്നുള്ള അഴിമതി, അതായത് സാമ്പത്തിക ആരോപണമുണ്ട്. അതിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കോൺഗ്രസിലെ പവർ ഗ്രൂപ്പ്, അതിൽ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പോലീസ് അന്വേഷിക്കേണ്ട പോലും വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതിൽ അന്വേഷണം ഇല്ല എന്ന് മാത്രമല്ല, ആ ചോദ്യങ്ങളോട് പോലും മാധ്യമങ്ങളോട് അസഹിഷ്ണുതയാണ് കോൺഗ്രസ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത്. മാത്രമല്ല, സതീശൻ നിഷേധിച്ചൊരു കാര്യമുണ്ട്. സിമി റോസ്ബെൽ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഈ കാര്യങ്ങൾ പരാതിയായി കെ സുധാകരൻ നൽകിയിരുന്നു. എന്നാൽ കെ സുധാകരൻ തന്നോട് പറഞ്ഞത് ഇത് പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയാണ്, അതുകൊണ്ട് കാര്യമായി ഇടപെടൽ നടത്താൻ പറ്റില്ല എന്ന്. എന്നാൽ ഈ കാര്യം സതീശൻ തള്ളി പറഞ്ഞിരുന്നു. സിമി റോസ്ബെൽ ഇന്നലെ വീണ്ടും ഈ കാര്യത്തിൽ സതീശനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സിമി റോസ്ബെൽ മാത്രമല്ല, ചില മറ്റ് പരാതികളും കോൺഗ്രസിനുള്ളിൽ സമാനമായ രീതിയിൽ ഉയരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം ഒരു വാർത്ത ഇന്നലെ വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം അന്വേഷണം എന്ന് പറഞ്ഞ കാര്യമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, സിമി റോസ്ബെൽ ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയെ തന്നെ ആളുകൾക്ക് ചില സംശയം ഉണ്ടാകുന്ന കാര്യം, അല്ലെങ്കിൽ സിമി റോസ്ബെൽ പറയുന്നത് ശരിയാണോ? പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഒരു സ്ഥാനം ലഭിക്കായി ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള നമുക്കറിയാം. പതിറ്റാണ്ടുകളായി ആ പാർട്ടിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടന്നിട്ട്, അങ്ങനെ ഒരു പാർട്ടിയിൽ നമുക്കറിയാം ഇന്നലെ സതീശനൊപ്പം ഇരിക്കുന്ന DCC പ്രസിഡന്റ് സിയാസ് ഉൾപ്പെടെയുള്ളവർ ഇവർ നിയമിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിയമനങ്ങൾ ലഭിക്കാൻ വേണ്ടി വഴിവിട്ട രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന ഒരു വനിതാ നേതാവ് കോൺഗ്രസിന്റെ, അത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും ചെറിയ പദവിയിൽ ഇരിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ വഴിയെ പോകുന്ന ഒരാളല്ല. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ കമ്മിറ്റികളിലൊന്നാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി. ആ AICC അംഗമായിരിക്കുന്ന സിമി റോസ്ബെലിന്റെ വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലോട് തീർത്തും കണ്ണടക്കുകയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരനോട് മാധ്യമങ്ങൾ ഈ കാര്യം ചോദിക്കുമ്പോൾ ആദ്യം അദ്ദേഹം പതിവ് രീതിയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ മടക്കം മറിഞ്ഞുകൊണ്ട് അന്വേഷണമില്ല, സിമി റോസ്ബെലിനെ പുറത്താക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് സമാനമായി ഒരു സാധാരണക്കാർക്ക് ആർക്കും സംശയിക്കാവുന്നതാണ്. ഒരു പാർട്ടിക്കുള്ളിൽ പരാതി നൽകുന്നു. ആ പരാതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വി.ഡി. സതീശൻ ഉൾപ്പെടെ കേസെടുക്കണം ഓരോരുത്തരുടെയും വെളിപ്പെടുത്തൽ സർക്കാർ എന്നാൽ കൃത്യമായി തന്നെ അതിൽ നടപടി സ്വീകരിക്കുന്നത്. എന്നാൽ സ്വന്തം പാർട്ടിയിലേക്ക് വരുമ്പോൾ ഒരു വനിതാ നേതാവ് വളരെ ഗൗരവമുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ പരാതി കേൾക്കാനോ അവർ ഉന്നയിച്ച പരാതിയുടെ മെറിറ്റ് ഇനി പാർട്ടി അച്ചടക്കമാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ പല ആളുകൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടികളെ കോൺഗ്രസിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ കെ മുരളീധരനൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെക്കാട്ടും അപ്പുറത്തെ ചില വെളിപ്പെടുത്തലുകൾ, ചില ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഒന്നും തന്നെ നടപടിയെടുത്ത ചരിത്രം കോൺഗ്രസിന് സമീപ ഭാവിയിലില്ല. എന്നാൽ ഇപ്പോൾ ഒരു വനിതാ നേതാവ് തനിക്കുണ്ടായ ദുരനുഭവവും മറ്റ് നേതാക്കൾക്കുണ്ടായ ദുരനുഭവവും വിവരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഒരു വാദം കേൾക്കാതെ തന്നെ നടപടിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കോൺഗ്രസിനുണ്ട്. എന്നാലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ വിഷയത്തിൽ കടുത്ത രണ്ടഭിപ്രായം, പല നേതാക്കൾക്കും വിയോജിപ്പുകളുണ്ട്. ഇതിൽ എന്തായാലും മറുപടി പറയേണ്ടതായിട്ട് സതീശൻ വരും. ഇതിൽ നിന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുകയാണ്. ഒരു മാധ്യമങ്ങളും ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ സതീശന് പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ പോലും ഭാവിയിൽ ഈ കാര്യങ്ങൾ കോൺഗ്രസിന് തലവേദനയായിരിക്കുവാണ്. അതിന് മറുപടി പറഞ്ഞേ തീരൂ എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തുമെന്നാണ് സിമിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ശരി, സുജു ടി ബാബു ആണ് ഈ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.